ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 23. ശിവപൂജാരഹസ്യ വിവരണം. ശിവയോഗിയുടെ ഭക്തിമഹിമ, ശ്രീപാദൻ്റെ ഉപദേശങ്ങൾ. ഞാൻ കൃഷ്ണാനദിയുടെ മറുകരയിൽ നിന്ന് കുരുംഗഡ്ഡയിലേക്ക് പോകുവാൻ തുടങ്ങുകയായിരുന്നു. ധർമ്മഗുപ്തൻ എന്ന മാന്യനായ ഒരു വൈശ്യൻ അവിടെ വന്നു ചേർന്നു. അദ്ദേഹവും ശ്രീപാദ ദർശനത്തിനായി കുരുംഗഡ്ഡയിലേക്ക് പോവുകയായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പീഠികാപുരത്തെ ശ്രീ പൈണ്ഠ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ ബന്ധുവാണെന്ന് മനസ്സിലായി. എൻ്റെ ആശ്ചര്യത്തിന് അവസാനമുണ്ടായിരുന്നില്ല. ഞാൻ കാണാൻ ഇടയായ ശ്രീപാദ ഭക്തരെ എല്ലാം പറഞ്ഞ ദിവ്യ ചരിത്രങ്ങൾക്കും ലീലകൾക്കും മഹിമകൾക്കും ശ്രീപാദൻ ചെയ്യുന്ന അത്ഭുത സംഭവങ്ങൾക്കും പ്രത്യേക വൈചിത്ര്യവും പ്രാധാന്യവും ഉണ്ടായിരുന്നു. ശ്രീപാദൻ്റെ ദിവ്യചരിതത്തിൽ ഒരു വർഷത്തിൽ നടന്ന ചില സംഭവങ്ങൾ മാത്രമാണ് അവർ പ്രധാനമായി പറയാറുള്ളത്. അവ ഏറെ വിചിത്രങ്ങളും ഓരോന്നും തമ്മിൽ ബന്ധമില്ലാത്തവയുമാണ്. ശ്രീപാദൻ്റെ ജീവിതത്തിലെ 10 വർഷങ്ങളിലെ സംഭവങ്ങളാണ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരിൽ നിന്ന് ക്രമമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്. ശ്രീ ധർമ്മഗുപ്തൻ ശ്രീപാദൻ്റെ 11ാം വയസ്സിൽ നടന്ന ചില സംഭവങ്ങളെയും ശ്രീപാദൻ്റെ നിമിഷം തോറുമുള്ള വിനോദങ്ങളെയും കുറിച്ച് പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ശ്രീ ധർമ്മഗുപ്തൻ പറയുവാൻ തുടങ്ങി: ശ്രീമൻ ശങ്കരഭട്ട്, ഞാനൊരു ശിവഭക്തനാണ്. ശ്രീപാദന് 11 വയസ്സുള്ളപ്പോൾ ഒരു ശിവയോഗി പീഠികാപുരത്ത് വന്നു. അദ്ദേഹം വളരെ യോഗ്യനായിരുന്നു. അദ്ദേഹം തൻ്റെ കൈക്കുമ്പിളിലാണ് ഭിക്ഷ സ്വീകരിച്ചിരുന്നത്. കയ്യിൽ സഞ്ചിയോ പിഞ്ഞാണമോ ഏതെങ്കിലും പാത്രമോ ഉണ്ടായിരുന്നില്ല. കാണുന്നവർക്ക് അദ്ദേഹം ഒരു ഭ്രാന്തനാണെന്ന് തോന്നും. ആദ്യമായി അദ്ദേഹം കുക്കുടേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നു. ഭ്രാന്തവേഷവും പൂഴിയിൽ മുങ്ങിയ രൂപവും കണ്ട് പൂജാരിമാർ അദ്ദേഹത്തെ ക്ഷേത്രത്തിനകത്ത് കയറാൻ അനുവദിച്ചില്ല. അദ്ദേഹം ദേഹബോധമില്ലാത്ത ഒരു അവധൂതനായിരുന്നു. എപ്പോഴും ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. ഞാൻ വെങ്കടപ്പയ്യ ശ്രേഷ്ഠിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. കുതിരപ്പുറത്തായിരുന്നു യാത്ര. വെങ്കടപ്പയ്യ ശ്രേഷ്ഠി എൻ്റെ സ്യാലനാണ്. പോകുന്ന വഴിക്ക് ശ്രീ കുക്കുടേശ്വരാലയം സന്ദർശിക്കുക എൻ്റെ പതിവാണ്. ഞാൻ വൈശ്യപ്രമുഖനായതുകൊണ്ട് പുരോഹിതന്മാർ എൻ്റെ പേർക്ക് വിശേഷ പൂജ കഴിക്കും. അവർക്ക് ഞാൻ ഉദാരമായ സംഭാവനകൾ കൊടുക്കും. അർച്ചനകൾക്ക് 5 വരാഹൻ ദക്ഷിണ കൊടുക്കും. അത് അവർ വീതിച്ചെടുക്കും. അവർ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും പ്രശ്നങ്ങളെയും പറ്റി എന്നോട് പറയും. സനാതനധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് എന്നെ പോലെയുള്ള സദ്വൈശ്യന്മാരുടെ സഹായം അത്യന്താപേക്ഷിതമാണെന്ന് അവർ പറയും. ഈ സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ ശിവയോഗി അകത്തേക്ക് വന്നു. കൂടെ 2 പാമ്പുകളും ഉണ്ടായിരുന്നു. പൂജാരിമാർ പേടിച്ചു വിറച്ചു. ശിവയോഗി പറഞ്ഞു: പൂജാരിമാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ ആരാധിക്കുന്ന കുക്കുടേശ്വരൻ്റെ ആഭരണങ്ങളാണ് ഇവ. നമ്മുടെ പിതാവായ കുക്കുടേശ്വരനെ കുട്ടികൾ അവരുടെ പിതാവിനെ എന്ന പോലെ ആലിംഗനം ചെയ്യുവാൻ അവ ആഗ്രഹിക്കുന്നു. അവ നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ സഹോദരന്മാരെ കണ്ട് ഭയന്നോടുന്നതും അവരെ കൊല്ലുന്നതും മഹാപാപമാണ്. പൂജാരിമാർ ചെയ്ത വിശേഷ പൂജ അവയെ ഇങ്ങോട്ട് ആകർഷിച്ചു. പാമ്പുമാലയണിഞ്ഞ കുക്കുടേശ്വരനെ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെയും ജാഗരൂകതയോടെയും ആരാധിക്കാം. നമക ചമകങ്ങളെ സുസ്വരത്തിൽ രാഗയുക്തമായി ആലപിക്കാം. പുരോഹിതന്മാർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതായി. അവരുടെ കൂട്ടത്തിൽ ചില മുഖസ്തുതിക്കാരും ഉണ്ടായിരുന്നു. പണക്കാരായ ഭക്തന്മാരെ കണ്ടാൽ അവർ ഉദാരമായ സംഭാവനകൾ കൊടുക്കുന്നവരാണെങ്കിൽ അവരെ പുകഴ്ത്തിപ്പറയും. പീഠികാപുരത്തെ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ സൂര്യചന്ദ്രശാസ്ത്രി എന്നൊരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ല പണ്ഡിതനും നിഷ്ഠയോടെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവനുമായിരുന്നു. അദ്ദേഹത്തിന് ശ്രീപാദനോട് ഭക്തിയും വാത്സല്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീപാദനെ സ്മരിച്ചുകൊണ്ട് നമകചമകങ്ങൾ രാഗയുക്തമായി സുസ്വരത്തിൽ ആലപിക്കുവാൻ തുടങ്ങി. നാഗങ്ങൾ പത്തി വിടർത്തി രാഗതാളങ്ങൾക്കനുസരിച്ച് ആടിക്കൊണ്ട് തങ്ങളുടെ ആനന്ദത്തെ വ്യക്തമാക്കി.
സൂര്യചന്ദ്രശാസ്ത്രി ശിവയോഗിയെ ശ്രീ ബാപ്പനാരിയുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ശിവയോഗിയെ സംതൃപ്തനാക്കത്തക്ക വിധമുള്ള ആഹാരം നൽകപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ശ്രീപാദ ദർശനവും സാധ്യമായി. ശ്രീപാദൻ അദ്ദേഹത്തിന് ശിവശക്തി സ്വരൂപത്തിൽ ദർശനം കൊടുത്തു. ശിവയോഗി 3 ദിവസം സമാധിയിലായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ശ്രീപാദൻ അദ്ദേഹത്തെ തൻ്റെ ദിവ്യഹസ്തം കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. അതിനുശേഷം ശ്രീപാദൻ പറഞ്ഞു, മകനെ, സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള ധർമ്മകർമ്മങ്ങൾ ആചരിച്ച് മുക്തി നേടൂ. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സങ്കല്പങ്ങളോ അസത്യങ്ങളോ അല്ല. അവയുടെ സാമാന്യ അർത്ഥം വേറെ, നിഗൂഢമായ രഹസ്യാർത്ഥം വേറെ. നിഷ്ഠയോടെ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന സാധകർക്ക് മാത്രമേ അതിൻ്റെ ആന്തരാർത്ഥവും നിഗൂഢ രഹസ്യവും അന്ധകരണത്തിൽ സ്ഫുരിക്കുകയുള്ളൂ. കാരകന്മാരായ സൂര്യചന്ദ്രന്മാരിൽ സൂര്യൻ പരമാത്മാവിൻ്റെയും ചന്ദ്രൻ മനസ്സിൻ്റെയും പ്രതീകമാണ്. ചിത് സൂര്യ തേജസ് മനോരൂപമായ ചന്ദ്രനോട് കൂടിച്ചേരുമ്പോൾ സൃഷ്ടികർമ്മം നിറവേറുന്നു. അമാവാസി മായയുടെ പ്രതീകമാണ്. ഈ മായാസ്വരൂപം ആദ്യമായി വസുക്കൾ എന്നു പേരുള്ള കലകളെ സൃഷ്ടിക്കുന്നു. ചന്ദ്രബിംബത്തിൽ വെളിച്ചത്തിൻ്റെ കലകളെ പ്രവേശിപ്പിക്കുകയും തിരികെ അവയെ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു. മായ പരമാത്മ തേജസ്സിനെ മനോരൂപ ചന്ദ്രനിൽ പ്രസരിപ്പിക്കുന്നത് പോലെ സൂര്യകിരണങ്ങൾ ചന്ദ്രനിൽ പ്രസരണം ചെയ്യപ്പെടുന്നു. മായയും അമാവാസിയും ജഡസ്വരൂപമാണെങ്കിലും അവ നിമിത്തം ഉണ്ടായ ജഗത് ചിത് സാന്നിധ്യവും ജഡാത്മകതയും ചേർന്നതാണ്. വസന്താദി കാലാർത്തവം സൃഷ്ടിക്ക് കാരണമാകുന്നത് പോലെ സ്ത്രീകളുടെ ആർത്തവം ശിശുജന്മങ്ങൾക്ക് കാരണമാകുന്നു. ബ്രഹ്മജ്ഞാനവാഞ്ഛ സ്ത്രീയുടെ രജോജാത ജീവശക്തിയിൽ ഉണ്ട്. സ്ത്രീയിലുള്ള രജസ് അഥവാ ആർത്തവം ബ്രഹ്മന് എതിരായതുകൊണ്ട് ബ്രഹ്മഹത്യയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. വേദരഹസ്യങ്ങൾ ഛന്ദസ്സിനാൽ മൂടപ്പെട്ടതുകൊണ്ട് അവയെ ഛാന്തസം എന്ന് പറയുന്നു. ആർത്തവം വക്രലക്ഷണമായതുകൊണ്ട് ഋതുമതിയാകുമ്പോൾ ആദ്യം 3 ദിവസം സ്ത്രീ ദൂരെ മാറി നിൽക്കണം. സ്വർഗം സ്വതസിദ്ധ കാന്തിയുള്ള തേജോഗോളമാണ്. മനുഷ്യലോകം ജനന മരണങ്ങളുടെ ലോകമാണ്. പാതാള ലോകങ്ങളെല്ലാം സൂര്യകാന്തി കൊണ്ട് പ്രകാശിക്കുന്നവയാണ്. അതുകൊണ്ട് അവയ്ക്ക് പൃഷ്ണുക്കൾ എന്ന് പേര്. എല്ലാ പാതാള ലോകങ്ങൾക്കും ജാതവേദൻ മുതലായ അധിഷ്ഠാന ദേവതകളുണ്ട്. നാം നിവസിക്കുന്ന ഭൂമി ഈ 7 പാതാളങ്ങളുടെയും മുമ്പിലാണ്. അഗ്നിയാണ് അധിദേവത. ഈ 8 അധിദേവതകൾക്ക് അഷ്ടവസുക്കൾ എന്ന് പേരുണ്ടായി. സൂര്യകാന്തി കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവയ്ക്ക് വസുക്കൾ എന്ന് പേര്. ഈ 8 ഗോളങ്ങൾക്കിടയിലുള്ള വായുസ്ഥലങ്ങളാണ് സപ്തസമുദ്രങ്ങൾ. വായുസ്ഥലങ്ങളെയും സമുദ്രങ്ങൾ എന്ന് പറയുമെന്ന് യാച്ചി മഹർഷി പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യർ സമുദ്രം എന്നാൽ ജലരൂപമായി കരുതുന്നു. അത് ശരിയല്ല. ശിവമഹിമ. ആന്ധ്രാപ്രദേശത്തെ 11 ശിവക്ഷേത്രങ്ങളിലെ ശിവസ്വരൂപങ്ങൾ. ശിവന് 11 രുദ്രന്മാരുടെ സ്വരൂപമാണ്. ആന്ധ്രാപ്രദേശത്ത് 11 ശിവക്ഷേത്രങ്ങളുണ്ട്. അവയെ സന്ദർശിക്കുന്നത് വലിയ പുണ്യഫലങ്ങൾ നൽകുന്നു. അവ: 1. ബൃഹത്ശീല നഗരത്തെ നഗരേശ്വരൻ, ശ്രീശൈലത്തെ മല്ലികാർജുനൻ, ദ്രാക്ഷരാമത്തെ ഭീമേശ്വരൻ, ക്ഷീരാരാമത്തെ രാമലിംഗേശ്വരൻ, അമരാവതിയിലെ അമരലിംഗേശ്വരൻ, കോടിഭലി ക്ഷേത്രത്തിലെ കോടിഭലീശ്വരൻ, പീഠികാപുരത്തെ കുക്കുടേശ്വരൻ, മഹനന്ദിയിലെ മഹാനന്ദീശ്വരൻ, കാളീശ്വരത്തെ കാളീശ്വരൻ, ശ്രീകാളഹസ്തിയിലെ കാളഹസ്തീശ്വരൻ, ത്രിപുരാന്തകത്തെ ത്രിപുരാന്തകേശ്വരൻ എന്നിവയാണ്. വാസ്തവത്തിൽ ശിവന് ശരീരം ഇല്ല. ശിവലിംഗം എന്നാൽ എല്ലാ ആത്മാവുകളിലും ജ്വലിക്കുന്ന ജ്യോതിസ്വരൂപമല്ലാതെ മറ്റൊന്നുമല്ല. സിദ്ധി നേടിയതിനു ശേഷം നിർമ്മല മനസ്സിൻ്റെ രൂപത്തിൽ സ്ഥാപിതമായ നിർമ്മലതയാണ് സ്ഫടികലിംഗം. നമ്മുടെ ശിരസിലുള്ള മസ്തിഷ്കത്തിൽ ജ്ഞാനത്തെ സംഭരിക്കുവാൻ സഹായിക്കുന്ന രുദ്രനാണ് കപാലി. മസ്തിഷ്കത്തിൽ നിന്ന് കഴുത്തിൻ്റെ താഴെ ഭാഗം വരെ വരുന്ന നാഡികളാണ് രുദ്രജടകൾ. ശിവൻ ഹഠയോഗി രൂപത്തിൽ ലഘുലീശനാണ്. രുദ്രൻ ഭിക്ഷാടനം ചെയ്ത് ജീവികളുടെ പാപകർമ്മങ്ങളെ നശിപ്പിക്കുന്നു. ഈ സൃഷ്ടിയുടെ രാഗതാളബദ്ധമായ സൃഷ്ടിസ്ഥിതിലയങ്ങളുടെ മഹാസ്പന്ദനങ്ങൾക്ക് അനുയോജ്യമായി ആനന്ദതാണ്ഡവം ചെയ്യുന്ന ശിവനെ നടരാജൻ എന്ന് പറയുന്നു. പരമാനന്ദകാരകമായ മോക്ഷസിദ്ധി നൽകുവാനും ശിവന് കഴിയും. ചിത് എന്നാൽ മനസ്സ്, അംബരം എന്നാൽ ആകാശം അല്ലെങ്കിൽ വസ്ത്രം. ആകാശരൂപമുള്ളവൻ ചിദംബരൻ. നിങ്ങൾ കാണുന്ന ഈ വിശാല വിശ്വത്തിലെ ആകാശം ശിവസ്വരൂപമാകുന്നു.
12 ജ്യോതിർലിംഗങ്ങൾ രാശിചക്രത്തിലെ 12 രാശികളുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ട് ശിവൻ കാലസ്വരൂപനാണ്. 8 ദിക്കുകൾ ആ അഷ്ടമൂർത്തിയുടെ ചിദാകാശ സ്വരൂപമാണ്. പഞ്ചഭൂതങ്ങൾ ശിവന്റെ 5 മുഖങ്ങളാണ്. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നത് 11 രുദ്രകലകൾ. അവയെ ഏകാദശ രുദ്രന്മാർ എന്ന് പറയുന്നു. ഉമാമഹേശ്വര രൂപം നിത്യപ്രസന്ന രൂപമാണ്. ത്രിഗുണങ്ങളെ ഭസ്മമാക്കിയ രൂപമാണ് ത്രിപുരാന്തക രൂപം. ജ്ഞാനനേത്രമാണ് 3-ാം കണ്ണ്. സമാധിസ്ഥിതിയിൽ പ്രസന്നമായ ധ്യാനത്തിൽ പവിത്രത നിരന്തരമായി പ്രവഹിക്കുന്നു. ശിവന്റെ ജടയിൽ നിന്നുള്ള ഗംഗാമാതാവിൻ്റെ പരമപാവനമായ പ്രവാഹമാണ് അത്. ആദി ദമ്പതികളായ ശിവപാർവതിമാരുടെ സ്വരൂപമാണ് മിഥുനരാശി. രുദ്രാ നക്ഷത്രം ആകാശത്തിൽ പ്രകാശിക്കുമ്പോൾ ശിവൻ ദർശനം നൽകുന്നു. വൃഷഭരാശി കടന്നു വേണം മിഥുനരാശിയിൽ എത്താൻ. ആ വൃഷഭം നന്ദീശ്വരനാണ്. അത് ധർമ്മസ്വരൂപമാണ്. പുരികങ്ങൾക്കിടയിൽ പ്രകാശിക്കുന്ന ജ്യോതി നെറ്റിയിലെ ചന്ദ്രക്കലയാണ്. യോഗസ്ഥിതി കൊണ്ട് കാമത്തെ ജയിച്ച് സ്ത്രീ പുരുഷഭേദം നശിച്ച ഏകത്വസ്ഥിതിയിൽ എത്തിയ സ്വരൂപമാണ് അർദ്ധനാരീശ്വര രൂപം. ലിംഗോദ്ഭവ കാലത്ത് സഹസ്രാരത്തിൽ കർപ്പൂരദീപ്തി ഭഗവത് ജ്യോതിയായി ജ്വലിക്കുന്നു. ലിംഗം എന്നാൽ സ്ഥൂല ശരീരത്തിൽ മറഞ്ഞിരിക്കുന്ന ലിംഗശരീരമാണ്. ഇത് ജ്യോതി രൂപത്തിൽ പ്രകാശിക്കുന്നതായി വേദം പറയുന്നു. ശിവപൂജാ രഹസ്യങ്ങൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഗുരുകടാക്ഷം കൊണ്ടും മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഭൗതിക രൂപമായ പീഠികാപുരം ഉള്ളതുപോലെ ജ്യോതിർമയി സ്വരൂപമായ സ്വർണ്ണ പീഠികാപുരവും ഉണ്ട്. അത് എൻ്റെ ചൈതന്യം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. എന്നെ നിരന്തരമായി സ്മരിക്കുന്ന ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും അനുഭവത്തിലൂടെ അതിനെ അറിയുവാൻ കഴിയും. എത്ര ദൂരെ താമസിക്കുന്നവരായാലും അവർ സ്വർണ്ണ പീഠികാപുരവാസികളായിരിക്കും. അവർക്ക് ഏതു സമയത്തും എന്നെ സമീപിക്കുവാൻ കഴിയും. ഭൗതിക പീഠികാപുരത്ത് കുക്കുടേശ്വരാലയത്തിൽ നിങ്ങൾ കണ്ട പൂജാരിമാർ പ്രമഥഗണ അംശത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഭൂതപ്രേത പിശാചാദി മഹാഗണങ്ങൾ എത്രയോ ഉണ്ട്. യോഗാഭ്യാസം ചെയ്യുന്നവർക്കും ശ്രീപാദ ശ്രീവല്ലഭനെ ആരാധിക്കുന്നവർക്കും ഈ ഭൂതപ്രേതങ്ങൾ ശല്യമുണ്ടാക്കുന്നു. ഈ തടസ്സങ്ങളെ മറികടക്കുവാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ്. എൻ്റെ മാതാമഹൻ്റെ ഗൃഹത്തിൽ എൻ്റെ പേരിൽ ഒരു മഹാസംസ്ഥാനം സ്ഥാപിക്കപ്പെടുമെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സങ്കല്പങ്ങൾ സഫലമാകുന്നവയാണ്. ഉറുമ്പുകളുടെ വരികൾ പോലെ ലക്ഷക്കണക്കിന് ഭക്തന്മാരും യോഗികളുടെ സംഘങ്ങളും എൻ്റെ സംസ്ഥാനം സന്ദർശിക്കും. ആർ എപ്പോൾ എങ്ങനെ ഏതു വിധത്തിൽ വരണം എന്നത് ഞാൻ നിശ്ചയിക്കും. പീഠികാപുരത്ത് താമസിക്കുന്നവർക്കെല്ലാം ശ്രീപാദ ശ്രീവല്ലഭ സംസ്ഥാനം സന്ദർശിക്കുവാൻ അവസരം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. എൻ്റെ അനുഗ്രഹം യോഗ്യതയുള്ളവരുടെ മേൽ അമൃത വൃഷ്ടി ചൊരിയും. അയോഗ്യരായവർക്ക് അത് ഒരു മരീചിക മാത്രമായിരിക്കും. അധ്യായം 24 അർദ്ധനാരീശ്വര തത്വവിവരണം. അതിനുശേഷം ഞാൻ ശ്രീ ധർമ്മഗുപ്തനോട് ശിവന്റെ വിവിധ ആഭരണങ്ങളുടെയും ആയുധങ്ങളുടെയും ആന്തരാർത്ഥങ്ങൾ വിവരിക്കുവാൻ അഭ്യർത്ഥിച്ചു. ധർമ്മഗുപ്തൻ പറഞ്ഞു, ശ്രീമൻ ശങ്കരഭട്ട്, ഗണപതിക്ക് പാശാങ്കുശങ്ങളാണ് മുഖ്യ ആയുധങ്ങൾ. വിഷ്ണുവിന് സുദർശന ചക്രമാണ് മുഖ്യ ആയുധം. അതേവിധം ശങ്കരന് ത്രിശൂലമാണ് മുഖ്യ ആയുധം. ത്രിശൂലത്തിന് 3 കൂർത്ത മുനകളുണ്ട്. അവ തീനാളങ്ങളുടെ രൂപത്തിലാണ്. താഴെ അറ്റത്തു 3ഉം തമ്മിൽ യോജിപ്പിക്കപ്പെട്ട് ഒറ്റ ശൂലഹസ്തമായാണ് ഇതുള്ളത്. 3 മുനകൾ സത്വരജസ് തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവയുടെ ഏകത്വം ത്രിഗുണാതീതമാണ്. ത്രിശൂലം ഈ ആന്തരാർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഇട പിംഗള നാഡികളിൽ കൂടി ശ്വാസം പ്രവഹിച്ച് ഭ്രൂമധ്യത്തിലുള്ള ശിരസ്ഥാനത്ത് എത്തുന്നു. ഇട പിംഗള സുഷുമ്ന എന്നീ നാഡികളുടെ ബ്രഹ്മജ്ഞാന കേന്ദ്രത്തെ ത്രിവേണി സംഗമം എന്ന് പറയുന്നു. ഇതാണ് ത്രിശൂലത്തിൻ്റെ ആന്തരാർത്ഥം. രണ്ടാമത്തത് നാഗ ആഭരണമാണ്. കുണ്ടലിനി ശക്തി വർദ്ധിക്കുമ്പോൾ അഷ്ടസിദ്ധികൾ കൈവരുന്നു. കുണ്ടലിനിക്ക് സർപ്പാകാരമാണ് എന്ന് സൂചിപ്പിക്കുവാനായി ശ്രീ ശങ്കര ഭഗവാനെ നാഗ ആഭരണൻ എന്ന് പറയുന്നു. ശിവന് ഈശ്വരൻ എന്നും പേരുണ്ട്. ഈ മഹാസിദ്ധികളെല്ലാം സർപ്പങ്ങളെപ്പോലെ പ്രമാദകരങ്ങളാണ്. അവയെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തുകയും ലോകനന്മയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടുകൂടിയാണ് ശിവന് ഈശ്വരൻ എന്ന പേര് വന്നത്. ശിവന്റെ ത്രിശൂലത്തിന്മേൽ ഡമരു കെട്ടിവച്ചിരിക്കുന്നു.
ശബ്ദഗണകം ആകാശമാണെന്ന് പറയപ്പെടുന്നു. ശബ്ദത്തിൻ്റെ പ്രകമ്പനങ്ങൾ ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു. നാം മന്ത്രജപം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു. ആ സ്പന്ദനങ്ങൾ ശിവഡമരുവിൽ നിന്നുള്ള ധ്വനികളെപ്പോലെ നമ്മുടെ ചെവികളിൽ പതിക്കുന്നു. തുടർച്ചയായുള്ള മന്ത്രജപം യോഗിക്ക് ആനന്ദം നൽകുന്നു. ആ ആനന്ദത്തിൽ അയാൾ നൃത്തം ചെയ്യുന്നു. ഇതിൻ്റെ പ്രതീകമായാണ് ശ്രീ പരമേശ്വരൻ ഡമരു ധരിക്കുന്നത്. പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ആജ്ഞാചക്രം എല്ലാ ജ്ഞാനങ്ങളുടെയും കേന്ദ്രമാണ്. ഒരു ജ്ഞാനിക്ക് അതീന്ദ്രിയ ദൃഷ്ടി ലഭിക്കുവാൻ ഈ ആജ്ഞാചക്രം വികസിക്കേണ്ടതുണ്ട്. ആജ്ഞാചക്രത്തിൽ കൂടിയാണ് ഒരു യോഗി ഭൂത ഭവിഷ്യത് വർത്തമാനങ്ങളെ മനസ്സിലാക്കുന്നത്. ആജ്ഞാചക്രമാണ് പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണ്. ഈ ജ്ഞാനനേത്രം വികസിക്കുമ്പോൾ കാമസ്വരൂപനായ ദേവനെ ദഹിപ്പിക്കുവാനുള്ള കഴിവുണ്ടാകുന്നു. ശിവന്റെ നിവാസം ശ്മശാനത്തിലാണെന്ന് പറയപ്പെടുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും യോഗാഗ്നിയിൽ ഭസ്മമാക്കുന്ന യോഗിക്ക് പരമശാന്തിപ്രദായകമായ നിർവാണസ്ഥിതി അനുഭവപ്പെടുന്നു. ജ്ഞാനസ്ഥിതിയെ വെളുത്ത നിറവുമായി താരതമ്യം ചെയ്യാറുണ്ട്. അത് വിഭൂതിയാണ്. മനുഷ്യന് ആലോചനകളും ആഗ്രഹങ്ങളും നശിക്കുമ്പോൾ ശുദ്ധമായ ജ്ഞാനം കൈവരുന്നു. അതിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു. ജ്ഞാനത്തിൻ്റെ ശുദ്ധീകരണം അതിഭൗതികം, അതിദൈവികം, ആധ്യാത്മികം, മാനസികം എന്നീ 4 തലങ്ങളിൽ നടക്കുന്നു. ഇതിനെ സൂചിപ്പിക്കുവാനായി ശിവഭക്തന്മാർ നെറ്റിയിൽ 4 വിഭൂതി രേഖകൾ ധരിക്കുന്നു. ശിലാജിത്ത് എന്ന ഒരു ദിവ്യ ഔഷധമുണ്ട്. അത് ഭക്ഷിക്കുന്നവർ നിത്യയൗവനത്തെ നേടുന്നു. പണ്ടുകാലത്ത് ശിലാദൻ എന്ന മഹർഷി പാറകഷ്ണങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹം നന്ദീശ്വരനായി അവതരിച്ചു. ശ്രീകൃഷ്ണൻ രോഹിണി നക്ഷത്രത്തിൽ വൃഷഭരാശിയിൽ ജനിച്ചു. ആർദ്ര നക്ഷത്രം രുദ്രസ്ഥാനമാണ്. ഉമാമഹേശ്വരന്മാരുടെ അർദ്ധനാരീശ്വരത്വത്തെ ദ്യോതിപ്പിക്കുന്നതാണ് മിഥുനരാശി. ആകാശത്തിൽ ഈ രാശിക്ക് മുമ്പായി വൃഷഭരാശി പ്രത്യക്ഷപ്പെടുന്നു. ആ വൃഷഭം നന്ദികേശ്വരനാണ്. നന്ദി ധർമ്മസ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. ശിവൻ നീചപ്രകൃതിയായ കാമരൂപനായ മന്മഥനെ ദഹിപ്പിച്ചു. അപ്പോൾ മന്മഥൻ നിരാകാരനായി ഉന്നത തലത്തിലുള്ള ദിവ്യ ദാമ്പത്യ ധർമ്മത്തിനു ചേർന്ന തനിക്ക് ഇഷ്ടമുള്ള രൂപമെടുക്കാൻ കഴിവുള്ളവനായി. കൃഷ്ണൻ ഉപമന്യു ഋഷിയുടെ ശിഷ്യനായി. കൃഷ്ണൻ നിഷ്ഠയോടെ ശിവോപാസന ചെയ്തു. ശിവന്റെ അനുഗ്രഹം കൊണ്ട് കൃഷ്ണന് രുക്മിണീദേവിയിൽ കൂടി പ്രദ്യുമ്നൻ എന്ന പുത്രനെ ലഭിച്ചു. ഈ പ്രദ്യുമ്നൻ പൂർവജന്മത്തിൽ താണപ്രകൃതിയുള്ള മന്മഥനായിരുന്നു. ഈ വൃഷഭം മന്മഥസ്ഥാനവും കാമസ്ഥാനവും ആകുന്നു. ധർമ്മബദ്ധമായ എല്ലാ ആഗ്രഹങ്ങളും ഉന്നത പ്രകൃതിയിൽ ഉള്ളതാണ്. അവ ധർമ്മവിഹിതമാണെന്ന് അറിയിക്കുവാൻ വൃഷോത്സർജനം എന്ന ഒരു പ്രക്രിയ ചെയ്യപ്പെടുന്നു. ഭയങ്കരമായ താന്ത്രിക സിദ്ധികൾ പുലിയെപ്പോലെ ആപത്കാരികളാണ്. ശിവൻ അവയെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി. വ്യാഘ്രം ശക്തിയുടെ വാഹനമാണ്. ശക്തിയെ പൂർണ്ണമായി തൻ്റെ ഭാര്യാപദവിയിൽ നിയന്ത്രിച്ചതായി കാണിക്കുവാനായി ശിവൻ പുലിത്തോൽ ധരിക്കുന്നു. ശുദ്ധ ബ്രഹ്മജ്ഞാനത്തെയും നിരന്തരമായി ഒഴുകുന്ന പ്രജ്ഞയെയും അമൃതത്വസിദ്ധിയെയും കാണിക്കുന്ന പരിശുദ്ധയായ ഗംഗ ശിവജടാജൂഢങ്ങളിൽ നിവസിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രകലാധര തത്വം അമൃതത്വസിദ്ധിക്കും ആഹ്ലാദാനന്ദമയ സ്ഥിതിക്കും ഇരിപ്പിടമാണ്. അർദ്ധനാരീശ്വര തത്വത്തിൻ്റെ ആന്തരാർത്ഥം. പ്രാണികൾക്ക് ജീവിക്കുവാൻ കഴിവുണ്ടാക്കുന്ന പ്രാണശക്തി സ്ത്രീയുടെ അണ്ഡാശയത്തിൽ അണ്ഡമായും പുരുഷനിൽ ബീജമായും 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഇവ രണ്ടും ചേരുമ്പോൾ ഒരു ജീവി ഉണ്ടാകുന്നു എന്നുമാണ്. എന്നാൽ സൃഷ്ടിയിൽ ഒരു മണ്ണിരയിൽ മാതാപിതാ ഘടകങ്ങൾ സഹവർത്തിക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രകൃതങ്ങൾ ഉണ്ട്. ദേഹത്തിൻ്റെ വലതുഭാഗത്ത് പുരുഷശക്തിയും ഇടതുഭാഗത്ത് സ്ത്രീശക്തിയും വർത്തിക്കുന്നു. ശ്വാസരൂപത്തിൽ വലതുഭാഗത്ത് സഞ്ചരിക്കുന്ന ശക്തി പിംഗളനാഡിയും ഇടതുഭാഗത്ത് ഇടാനാഡിയുമാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ വലതുഭാഗത്തു കൂടി ശ്വാസം വലിക്കുമ്പോൾ ചൂടുണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ സൂര്യനാഡി എന്ന് പറയുന്നു. ഇടതുഭാഗത്തു കൂടി ശ്വാസം വലിക്കുമ്പോൾ തണുപ്പുണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ ചന്ദ്രനാഡി എന്ന് പറയുന്നു. കാലപുരുഷൻ്റെ ശരീരത്തിൽ രാശിചക്രത്തിൽ മേഷരാശി മുതൽ തുലാരാശി വരെയുള്ള 6 മാസങ്ങൾ സൂര്യനാഡിയായും അശ്വയുജം മുതൽ ഫാൽഗുനം വരെയുള്ള പിന്നത്തെ 6 മാസങ്ങൾ ചന്ദ്രനാഡിയായും കണക്കാക്കണം. സൂര്യചന്ദ്രന്മാരുടെ ഗതിയിൽ പൗർണമിയും അമാവാസിയും ഉണ്ടാകുമെന്ന് ഓർമ്മിക്കണം. ഒരു യോഗി തൻ്റെ ശരീരത്തിൽ കാലചക്രത്തിലെ എല്ലാ ഘട്ടങ്ങളെയും ശ്വാസനിയന്ത്രണം കൊണ്ട് നേടുന്നു.
ഭൂത ഭവിഷ്യത് വർത്തമാനകാലങ്ങളെ മുഴുവൻ കാലജ്ഞാനം കൊണ്ട് അറിയുന്നു. ഈ കാലചക്രത്തെ അർദ്ധനാരീശ്വര തത്വമായും വേർപെടുത്താനാകാത്ത ഇണകളായും മനസ്സിലാക്കണം. രാവും പകലും പൗർണമിയും അമാവാസിയും ഇങ്ങനെയുള്ളവ ഒന്നിന് പിന്നിൽ മറ്റതായി തുടർച്ചയായി വരുന്നു. ഒന്ന് മറ്റേതിന് ആധാരമാകുന്നു. രാത്രിയില്ലെങ്കിൽ പകൽ ഇല്ല, പകലില്ലെങ്കിൽ രാത്രിയില്ല. മാതാപിതാക്കളായ അർദ്ധനാരീശ്വരന്മാരാണ് അനന്തമായ ഈ സൃഷ്ടിക്കെല്ലാം കാരണം. ശിവൻ സംഹാരകാരകനാണെന്ന് പറയുവാൻ കാരണം പഴയ സൃഷ്ടി പോയി പുതിയ സൃഷ്ടി ഉണ്ടാകുന്നതാണ്. സൃഷ്ടിയിൽ മാറ്റം സ്വാഭാവികമായി സംഭവിക്കുന്നു. പുതിയ സൃഷ്ടി ആവിർഭവിക്കുകയും കുറച്ചു കാലം നിലനിൽക്കുകയും പിന്നെ നശിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. അഥർവണ വേദത്തിലുള്ള എല്ലാ അസ്ത്രങ്ങളെയും ശസ്ത്രങ്ങളെയും മന്ത്രങ്ങളെയും സിദ്ധിക്കുവാൻ അസ്ത്രശസ്ത്ര വിദ്യകളുടെ അധിപതിയായ ഈശാനരുദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. ശിവപാർവതിമാരും ആർദ്ര നക്ഷത്രവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് വിസ്തരിച്ചു പറയുവാൻ ഞാൻ ശ്രീ ധർമ്മഗുപ്തനോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറയുവാൻ തുടങ്ങി. രുദ്രൻ ഒരു വില്ല് കയ്യിലെടുത്ത് വേട്ടക്കാരനെ പോലെ ഓടുന്ന ഒരു മാനിനെ പിന്തുടരുന്നതായി കാണപ്പെട്ടു. ഈ മൂർത്തിയുടെ ആകാരത്തെ ആകാശത്തിൽ ആർദ്ര നക്ഷത്രത്തിൽ കാണുവാൻ കഴിയും. അദ്ദേഹം ഒരു കാട്ടാളനെ പോലെ പെരുമാറുന്നു. ഗ്രഹസഞ്ചാര പ്രഭാവം. ഈ വേട്ടക്കാരനായ രുദ്രൻ്റെ രൂപം നക്ഷത്രമണ്ഡലത്തിൽ മിഥുന കർക്കടക രാശികളുടെ ഒരു മൂലയിൽ കാണുവാൻ കഴിയും. ഇതിന് സമീപത്തുകൂടി ഉപദ്രവകരങ്ങളായ ശനി, ചൊവ്വ, രാഹു മുതലായ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ലോകവ്യാപകമായ യുദ്ധങ്ങളും പ്രളയങ്ങളും ഉണ്ടാകുന്നു. ദേവാസുര യുദ്ധങ്ങളും മഹാഭാരത യുദ്ധവും ഉണ്ടായത് ഇങ്ങനെയുള്ള ഗ്രഹസഞ്ചാര കാലങ്ങളിലാണ്. കാലസംഹാരമൂർത്തി എന്ന ധനുസ് ധരിച്ച ഉഗ്രമൂർത്തിയായ രുദ്രനെ മഞ്ഞു ദേവതാരൂപമായി വേദങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ആ രുദ്രമൂർത്തിയുടെ ആയുധം തൃശൂലമല്ല, ധനുസ് മാത്രമാണ് അവിടുത്തെ ആയുധം. മാഘമാസത്തിൽ അമാവാസിയുടെ മുമ്പ് വരുന്ന ചതുർദശി മഹാശിവരാത്രിയാണ്. ഓരോ മാസവും അമാവാസിക്ക് മുമ്പ് വരുന്ന ചതുർദശിയെ മാസശിവരാത്രി എന്ന് പറയുന്നു. ശനിപ്രദോഷ സമയത്ത് ചെയ്യുന്ന ഈശ്വര ആരാധന ഫലമായി ശനിഗ്രഹണ ദോഷ നിവാരണം. മഹാശിവരാത്രി ചൊവ്വാഴ്ച ദിവസം വരുന്നുവെങ്കിൽ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. ത്രയോദശി ശനിയാഴ്ച ദിവസം വരുന്നുവെങ്കിൽ അതിനെ ശനി ത്രയോദശി എന്ന് പറയുന്നു. കർമ്മകാരകമായ ശനിദോഷം കൊണ്ട് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള ക്ലേശങ്ങൾ പരിഹരിക്കുവാനായി ശനി ത്രയോദശി ദിവസം ശിവാരാധനയും ശനിക്ക് പ്രീതികരമായ എള്ളുദാനവും ചെയ്യണം. ശിവൻ ശനിയുടെ അധിദേവതയാണ്. പരമേശ്വരനെ എള്ളുതിരി കത്തിച്ച് ആരാധിച്ചാൽ ശനിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നീങ്ങും. ശിവൻ ശനിയുടെ രക്ഷാദേവതയായതുകൊണ്ട് ശനിയാഴ്ച പ്രദോഷ സമയത്ത് ശിവനെ ആരാധിച്ചാൽ കർമ്മദോഷങ്ങൾ നീങ്ങുകയും സുഖവും ശാന്തിയും ലഭിക്കുകയും ചെയ്യും. ശനി കർമ്മകാരകനാണ്. ശിവൻ സംഹാരകാരകനാണ്. എല്ലാ വിധത്തിലുമുള്ള അശുഭങ്ങളെയും മഹാപാപങ്ങളെയും ഭസ്മീകരിച്ച് ശുഭപ്രദമായ നൂതന ദിവ്യ തേജോമയ സ്പന്ദനങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവ ശുദ്ധീകരിച്ച് ആത്മപരിശുദ്ധിയോടെയുള്ള ആനന്ദദായകമായ നൂതന ജന്മം ലഭിക്കുവാൻ എല്ലാ മനുഷ്യരും ശനിപ്രദോഷ സമയത്ത് ശിവാരാധന ചെയ്യണം. ഈ വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് ശനിശാന്തി ഉണ്ടാകുന്നു. ശനിയാഴ്ച രാത്രിയിൽ ഒരു ജീവിയുടെ എല്ലാ വിധത്തിലുള്ള കർമ്മദോഷങ്ങളും അധിഷ്ഠാന ദേവതകളുടെ കറുത്ത ശക്തികൾ, അതായത് കറുത്തതും ഏറ്റവും ഇരുണ്ടതും വിചിത്രവുമായ ദുർഭാഗ്യത്തിൻ്റെ അദൃശ്യ ശക്തികളും വിനാശകര ശക്തികളും മഹാകാളിയുടെ മഹാകാലത്തിൽ വിലയം പ്രാപിക്കുന്നു. അടുത്ത ദിവസം സൂര്യോദയ സമയത്ത് സൂര്യമണ്ഡല മധ്യവർത്തിയായ മഹാശക്തിയുടെ അനുഗ്രഹവിശേഷത്താൽ സാധകന് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകുന്നു. അശുഭപ്രദങ്ങളായ പാപകർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ ശ്രീ പരമേശ്വരൻ്റെ യോഗാഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു. പഞ്ചഭൂതാത്മകമായ ശിവസ്വരൂപം. ശിവൻ പഞ്ചഭൂതാത്മകനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മൂലാധാരത്തിൽ പൃഥ്വി തത്വമുണ്ട്. ഇതിൻ്റെ പ്രതീകമായി സാധകന്മാർ പാർത്ഥിവലിംഗത്തെ പൂജിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ ജലതത്വമുണ്ട്. ഇതിൻ്റെ പ്രതീകമാണ് ജലലിംഗം. മണിപൂരക ചക്രത്തിന് അഗ്നിതത്വവുമായി ബന്ധമുണ്ട്. ജ്വാലാലിംഗം ഇതിൻ്റെ പ്രതീകമാണ്. ഇതിനെ ഹിരണ്യസ്തംഭം അല്ലെങ്കിൽ സ്വർണസ്തംഭം എന്നും പറയും.
ഹൃദയത്തിലുള്ള അനാഹത ചക്രം വായു തത്വവുമായി ബന്ധപ്പെട്ടതാണ്. വായുലിംഗം ഇതിൻ്റെ പ്രതീകമാണ്. കണ്ഠസ്ഥാനത്തുള്ള വിശുദ്ധി ചക്രം ആകാശതത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനെ ചിദംബരലിംഗമെന്ന് പറയുന്നു. ആകാശലിംഗം എന്നുകൂടി പേരുള്ള ചിദംബരലിംഗത്തിന് ആകാരമില്ല. ഈ പഞ്ചഭൂതാത്മക ശിവലിംഗങ്ങളുടെ ആരാധനയും ദർശനവും അർച്ചനയും വിശേഷ ഫലപ്രദമാണ്. ചിദംബര ക്ഷേത്രത്തിൽ ഒരു തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ചിദംബര രഹസ്യമുണ്ട്. തിരശീല ഉയർത്തി നോക്കിയാൽ ഒന്നും കാണുകയില്ല. ശുദ്ധ ആകാശം ശിവന്റെ ആത്മലിംഗമാണ്. ഹൃദയം ചിത്തസ്ഥാനവും ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് ആകാശസ്ഥാനവുമാണ്. ആകാശത്തിന് ആകാരമില്ല. ഏകാഗ്ര ദൃഷ്ടിയോടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിജതത്വത്തെ ധ്യാനിക്കുന്ന യോഗികൾക്ക് ഹൃദയാകാശം തുറക്കപ്പെടുന്നു. അവരുടെ ഹൃദയകോശത്തിൽ സമസ്ത സൃഷ്ടിയും ബ്രഹ്മാണ്ടവും നക്ഷത്രങ്ങളും താരകൾ മുതലായവയും കാണുമാറാകുന്നു. ഋണം എന്നാൽ പാപം, അരുണം എന്നാൽ പാപമില്ലായ്മ. പരമേശ്വരൻ ഹൃദയാകാശത്തിൽ വസിക്കുന്നു. പരമേശ്വരൻ അരുണാചലേശ്വരനായി അരുണാചലത്തിൽ വസിക്കുന്നു. പരമേശ്വരൻ അരുണാചലേശ്വരനായും അരുണാചല പർവ്വതമായും ഒരു മഹാസിദ്ധൻ്റെ രൂപമായും അരുണാചലത്തിൽ വർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ആ അരുണാചലേശ്വരൻ മനുഷ്യരൂപത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനായി പീഠികാപുരത്ത് അവതരിച്ചു. നമ്മൾക്ക് മോക്ഷപ്രാപ്തി നൽകുവാനായി അദ്ദേഹം ഇപ്പോൾ കുരുംഗഡ്ഢയിൽ ദിവ്യ തേജോ വിരാജിതനായിരിക്കുന്നു. കുരുംഗഡ്ഢ അരുണാചല പർവ്വതത്തിന് സമാനമാണ്. അർദ്ധനാരീശ്വര രൂപത്തിലുള്ള അരുണാചലേശ്വരനാണ് ശ്രീപാദ ശ്രീവല്ലഭൻ. അരുണാചലത്തിലുള്ള മഹാസിദ്ധനായ യതീശ്വര വേഷധാരിയാണ് അദ്ദേഹം. അരുണാചല പർവ്വതം സാക്ഷാൽ ശിവസ്വരൂപമാണ് എന്നതുപോലെ ഈ കുരുംഗഡ്ഢ സാക്ഷാൽ ശ്രീവല്ലഭ രൂപമാണ്. അരുണാചല ശിവലിംഗത്തിൽ ശിവശക്തികൾ ഉള്ളതുപോലെ ശ്രീപാദ ശ്രീവല്ലഭനിൽ ശിവശക്തികൾ ഉണ്ട്. അരുണാചലത്ത് പരമേശ്വരനെ മഹാസിദ്ധൻ്റെ രൂപത്തിൽ കാണുക പ്രയാസമാണ്. എന്നാൽ ശ്രീപാദ ശ്രീവല്ലഭനിൽ മഹാസിദ്ധൻ്റെ രൂപത്തിൽ കാണുക സാധകർക്ക് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീമൻ ശ്രീപാദ ശ്രീവല്ലഭൻ ശ്രീ പത്മാവതി ദേവി സമേത ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ രൂപമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ശിവശക്തി സ്വരൂപമാണെന്ന് അങ്ങ് പറയുന്നു. ശനിപ്രദോഷ സമയത്ത് ശിവാരാധന ചെയ്യുന്നത് മഹാപുണ്യമാണെന്നും പറയുന്നു. ഇതെനിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഒന്ന് വിശദമായി പറഞ്ഞു തരൂ. അതിന് ധർമ്മഗുപ്തൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ശ്രീമൻ ശ്രീപാദൻ്റെ ദിവ്യതത്വം സപ്തഋഷികൾക്ക് പോലും അറിയുവാൻ കഴിയാത്തതാണ്. എങ്കിലും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ വിശദീകരിക്കാം. ശ്രീ വെങ്കടേശ്വര പ്രഭു കൃതയുഗം മുതൽക്ക് ഉണ്ട്. അദ്ദേഹം ദശരഥന് വരങ്ങൾ നൽകി. താൻ ശ്രീ രാമചന്ദ്രനായി ജനിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ കൗസല്യയുടെ പുത്രനായ ശ്രീരാമനായി ആരാധിക്കാവുന്നതാണ്. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.